ഒരുപാട് കടുവയുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടന് ഇതിന് മുമ്പ് നേരിട്ട് ഇവിടുന്ന് കടുവനെ കണ്ടിട്ടുണ്ടത്രേ വൈകുന്നേരം 7 മണി സമയത്ത്. അവിടെയാ ആ ഓടിട്ടിരിക്കുന്നത്. അവിടെ കാണാം. ഈ വീട്ടിലാണോ? ഈ എത്ര വയസ്സുണ്ടായിരുന്നു പുള്ളിക്ക്? 36 വയസ്സല്ലേ? 36 വയസ്സായ ഒരു ചെറുപ്പക്കാരന് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഉണ്ടല്ലേ? ഹലോ ഗൈസ്, ഞാനിപ്പോൾ സുൽത്താൻ ബത്തേരി, വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ പോകാൻ ഒരു റൂട്ട്, ഇന്ന് ഞാനൊരു ബസ്സിലാണ് യാത്ര ചെയ്യാൻ പോണത്. അത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വയനാട്ടിൻ്റെ അകത്ത് കൂടല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു ബസ് വിടുന്നുണ്ട്. ആ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ അപ്പോൾ ബൈക്കിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉൾപ്രദേശമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വഴിയൊക്കെ തെറ്റി പോകുമെന്ന് പേടിച്ച് ഒരു പ്രാവശ്യം നമ്മൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു എക്സ്പീരിയൻസ് ഒരു KSRTC ബസ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാനിവിടെ സുൽത്താൻ ബത്തേരി ഒരു മിനി ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ബസ് വന്നാൽ ഉടനെ നമുക്ക് അവിടേക്ക് പോകാം. ഇത് സുൽത്താൻ ബത്തേരി നഗരസഭേൻ്റെ കീഴിലുള്ള ചുങ്കം മിനി ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള ബസ് ഇവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ബസ്സേ ഉള്ളൂ, KSRTC ബസ്സാണ്. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് വന്നിട്ട് നമുക്ക് ആ സ്ഥലം ഒരു പ്രാവശ്യം നമ്മൾ ബസ്സിലൊന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഒന്നാമത് വേറെയും കുറേ ചെറിയ ഗ്രാമങ്ങളും കൂടെ കവർ ചെയ്തിട്ടാണ് ആ ബസ് പോകുന്നത്. അപ്പോൾ അതിനോട് വെയിറ്റിംഗ് ആണ്. ആ ബസ് വരും എന്ന് പറഞ്ഞിരുന്നു. വെയിറ്റ് ചെയ്ത് നോക്കാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ്സിന് കയറി ഇന്ന് പുതിയൊരു റൂട്ട് കാണാം, പുതിയൊരു സ്ഥലം. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ബസ് എത്തി. ഇതാണ് ബസ്സിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. മന്ദം കൊല്ലി CC വാഗേരി എന്ന ബോർഡ് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും. അതിന് മുകളിൽ നമുക്ക് കാണാം CC വാഗേരി മൂടക്കൊല്ലി ബത്തേരി കൂടല്ലൂർ. ഇതാണ് ഈ ബസ്സിൻ്റെ റൂട്ട്. കൂടല്ലൂരാണ് അവസാനമായിട്ട് പോകുന്നത്. ഇപ്പോൾ സമയം 1 മണി ആ സമയത്താണ് ഇപ്പോൾ ഇവിടുന്ന് എടുക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ട് ഇവിടെ വലിയ ദൂരമല്ല, പക്ഷേ ഇതൊരു ഭയങ്കര ഒരു ഇൻറ്റീരിയർ റൂട്ടാണ്. അത്ര നല്ലൊരു റോഡ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സ്ഥലമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം. എന്തായാലും നമുക്കിനി ബസ്സിൽ കയറാം. അവർ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കളക്ഷൻ ഒന്നും ഇല്ലാത്ത റൂട്ടാണെന്ന് തോന്നുന്നു. ആളൊന്നും ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കയറി നോക്കാം. പോനായോ കേട്ടോ? ബസ് പുറപ്പെട്ടു. ഇത് ഒരു ദിവസം 6 അല്ലേ? ഒരു ദിവസം 6 ട്രിപ്പ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഈ മൂടംകൊല്ലി കൂടല്ലൂർ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഒരു ദിവസം 6 ട്രിപ്പ് പോകുന്നുണ്ട് ഈ ബസ്. രാവിലെ 6:20 തൊട്ട് തുടങ്ങും. നമ്മൾ പുറപ്പെട്ടു. ഈ വീഡിയോ നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോൺ ജോ ഹെർബൽസ് മൈസൂർ, ഒരു ആയുർവേദിക് മെഡിസിൻ സ്ഥാപനമാണ്. ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വൈദ്യൻ്റെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥ അദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് അനുയോജ്യമായ വൈദ്യ ചികിത്സ അവിടുന്ന് ലഭിക്കുന്നതാണ്. ഉടനെ തന്നെ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഒരു വർഷമായില്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് രൂപയാണ് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റിന് ചാർജ്. ഈ ബസ് നേരെ സുൽത്താൻ ബത്തേരി ടു മാനന്തവാടി റൂട്ടിലേക്ക് കയറി അവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് CC എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വലത്തോട്ട് കയറിയാണ് പോകുന്നത്. ഇതിപ്പോൾ കോഴിക്കോട് പോകുന്ന റോഡിനാണ് നമ്മൾ പോകുന്നത്.
റൂട്ടിൽ പോകുമ്പോൾ ഈ പ്രദേശത്ത് എപ്പോഴും ഭയങ്കര തിരക്ക്, കുറേ വണ്ടികളൊക്കെ ഉണ്ടാവും. കാരണം ഇവിടെ ഒരു ബീവറേജ് ഉണ്ട്, അതിലേക്കാണ് ഈ ഇത്രയും ആളുകളോട് വരുന്നത്. ഇവിടെ കാണുന്ന ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ബീവറേജ് ഉണ്ട്. എസ്റ്റേറ്റ് ഏരിയ ആണ്. കാപ്പി ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷി നടക്കുന്നത്. അരിവയൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അരിവയൽ, മേലെ അരിവയൽ, താഴെ അരിവയൽ എന്ന് പറയും. നമ്മൾ താഴെ അരിവയൽ എത്തിയിട്ടുള്ള. ഇനി കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ CC എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വലത്തോട്ട് കയറി പോകുന്നത്. പിന്നെ ഈ റൂട്ടിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഗ്രാമങ്ങളൊക്കെയാണ്. ഇപ്പോൾ വാഗേരി, മൂടൻകൊല്ലി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഈ പോകുന്ന റൂട്ടിലുണ്ട്. ഈ അരിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കാപ്പി പ്ലാന്റേഷൻ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ പ്ലോട്ടായിട്ട് വിൽപ്പനയ്ക്കുള്ളതാണെന്നാണ് പറയുന്നത്. അരിവയൽ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ്. ഇപ്പോൾ നമ്മൾ CC എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് പോകണം. ഇവിടെ നിന്നാണല്ലോ ഇത് CC എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് വലത്തോട്ട് ഇറങ്ങി പോകുന്നു. ഈ റോഡ് നേരെ പോകുന്നത് പനമരം മാനന്തവാടി റൂട്ടാണ്. പക്ഷെ നമ്മൾ പിന്നെ ഇവിടുന്ന് വലത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കടന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ബസ്സിൻ്റെ പ്രധാനപ്പെട്ട റൂട്ട്. ഗ്രാമപ്രദേശങ്ങളാണ്, അതായത് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം. കുറേ കൃഷി സ്ഥലങ്ങളുണ്ട്, കുറേ സ്ഥലത്ത് കാടാണ്, ഫോറസ്റ്റ്.
വർക്കൊക്കെ നടക്കുന്നുണ്ട്. പാലം പണി, റോഡ് പണി. ഇപ്പം നമ്മൾ വാഗേരി ചെറിയ അങ്ങാടി ഇത് ഓർഫനേജ്. ഇവിടെ വാഗേരി ഓർഫനേജൊക്കെ. ഇതാണ് വാഗേരി ടൗൺ, ചെറിയൊരു ടൗണാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റോപ്പാണ്. ഇവിടുന്ന് നിരവധി ആളുകൾ ഈ ബസ്സിനെ ആശ്രയിക്കുന്നവരാണ്. നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ തിരിഞ്ഞാൽ പോകുന്നത്. ഒരു കയറ്റൊക്കെ കാരണം തോന്നുന്നുണ്ട്. ഓടിക്കുക. വേറൊരു അങ്ങാടി എത്തി. ചേമ്പുംകൊല്ലി എന്നാണെന്ന് തോന്നുന്നു സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ബോർഡ് അവിടെ കണ്ടിരുന്നു. പക്ഷെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഒരുപാട് വില്ലേജുകളാണ് ഈ പോകുന്ന റോഡിലുള്ളത്.
കടുവയുള്ള സ്ഥലമാണെന്ന്. നമ്മുടെ ഡ്രൈവർ ചേട്ടന് ഇതിന് മുമ്പ് നേരിട്ട് ഇവിടുന്ന് കടുവേനെ കണ്ടിട്ടുണ്ടത്രേ വൈകുന്നേരം 7 മണി സമയത്ത്. പിന്നെ 1 വർഷം മുമ്പാണ് ഇവിടെ ഒരാളെ കടുവ അറ്റാക്ക് ചെയ്ത് ഒരാളെ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും ഭക്ഷിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതും ഈ മൂടംകൊല്ലി ഈ ഭാഗത്തായിട്ടാണ് സംഭവിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് വന്യമൃഗങ്ങളെ കൂടുതലായിട്ട് ശല്യം, വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളൊരു പ്രദേശമാണ് ഇവിടെ. അതായത് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ധാരാളം വന്നു പോകുന്നൊരു സ്ഥലമാണ്. ഒരുപാട് കൃഷികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. കാപ്പി കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ വരുമ്പോൾ. അതേടാ ഇവിടെ ഒരാളെ കടുവ ആക്രമിച്ച് കൊലപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീട് ചേട്ടൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അവിടെയാ ആ ഓടിട്ടിരിക്കുന്നത്. അവിടെ കാണാം. ഈ വീട്ടിലാണോ? ഈ വീട്ടിൽ എത്ര വയസ്സുണ്ടായിരുന്നു പുള്ളിക്ക്? 36 വയസ്സല്ല. 36 വയസ്സായ ഒരു ചെറുപ്പക്കാരന് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഉണ്ടല്ലേ, ഈ വീട്ടിലുള്ള ആളെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആ ഇവിടെ വെച്ചിട്ടാ? ഇവിടെ വെച്ചാണ് പിടിച്ചത്. ഈ ഭാഗത്ത് വെച്ചാണ് അത്ര കടുവ ആളെ പിടിച്ചത്. പുല്ലരിയാൻ പോയ സമയത്ത് ഇവിടെ വെച്ചാണ് അത്ര കടുവ പിടിച്ചത്. പട്ടി റോഡ് കിടന്നുറങ്ങുന്നു. ഇങ്ങോട്ട് താഴേക്ക് ഇതാണ് ഫൈനൽ പോയിന്റ് അല്ലേ? കൂടല്ലൂർ. ഇതാണ് കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇതോടുകൂടി നമ്മൾ ബസ്സിൻ്റെ ട്രിപ്പ് കൊടുത്ത ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് റോഡുകളൊക്കെ പോകുന്നുണ്ട്. ചെറിയ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ റോഡ് എങ്ങനെ പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? ആ മറ്റേ ഏത് മറ്റേ പനമരം റോഡ്. എല്ലാവരും ഇറങ്ങിപ്പോയി. അവസാനത്തെ റൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഈ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ബസ് ഇപ്പോൾ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ ബത്തേരിയിലേക്ക് തന്നെ പോകും. ഇവിടുന്ന് ടോട്ടൽ ഡിസ്റ്റൻസ് സുൽത്താൻ ബത്തേരി ടു ഈ കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 17 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ബട്ട് ഒരു ഇൻറ്റീരിയർ റൂട്ടാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ഫോറസ്റ്റിൻ്റെ ബോർഡറാണ്. അപ്പോൾ കാണാൻ പറ്റും. ഇതിനോട് അവസാനിക്കുകയാണ്. ഈ റോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മൺ റോഡ് പോകുന്നുണ്ട്. അത് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ താമസിക്കുന്ന വീടും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കടയുണ്ട്. കട അടഞ്ഞു കിടക്കണതാണ്. ഇതൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിലും ശരി, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് കാപ്പി കൃഷി തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത് മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.